ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് പ്രോൺ ബിരിയാണിയാണ്. അതിനായി ടൈഗർ പ്രോൺസ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേ ഗായ്സ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമുക്ക് നമ്മുടെ കിച്ചണിൽ പോവാം. അതിന് ഞാൻ ഇതെല്ലാം തിന്നെടുക്കും. അപ്പൊ നമുക്ക് ഫ്രൈങ് പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാം. അതിട്ട് സബോള ഇട്ട് കൊടുക്കാവേ. സബോള വാടി കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബ്രൗൺ കളറും കിസ്മിസ് ഗോൾഡ് പോലെ. ഇനി നമുക്ക് പ്രോൺ മസാല ഉണ്ടാക്കാം. ഇത് നെയ്യിലാണ് പ്രോൺ മസാല ഉണ്ടാക്കണേ. ഇഞ്ചിയും പച്ചമുളകും വാട്ടിയെടുക്കാം. ഉള്ളിയും കൂടി ചേർക്കണേ. 2 തക്കാളി ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി വേവിച്ചെടുക്കാം. ആദ്യം വേവിച്ച് വെച്ചേക്കണ സബോള ആഡ് ചെയ്ത് കൊടുക്കാം. വേവി കഴിയുമ്പോൾ നമുക്ക് മസാലകളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. മസാലകളെല്ലാം മൂത്ത് കഴിഞ്ഞാൽ മസാല എത്തിയ ചെമ്മീൻ ആഡ് ചെയ്യാം. ആദ്യം ഒന്ന് ഇളക്കി എടുക്കണേ. നമുക്ക് 10 മിനിറ്റ് അടിച്ച് വെക്കാവേ. ആ സമയത്ത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു പാൻ എടുത്ത് ബട്ടർ എടുത്തും ഒരു ഇട്ട് കൊടുക്കാവേ ഗൈസ്. നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാം. കഴുകി വെച്ചേക്കുന്ന റൈസ് നമുക്ക് പാനിലേക്ക് ഇടാവേ. അതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം. നമ്മുടെ 3 ഗ്ലാസ് അടിയാണ് എടുത്തേക്കണേ. പക്ഷെ 4.5 ഗ്ലാസ് വെള്ളമാണ് വയ്ക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. ആദ്യം സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാനായോ, കാരണം ഞങ്ങൾ കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രോൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് പാലും കൂടി ഒഴിക്കുന്നുണ്ട്. ബിരിയാണിക്കായി നമ്മുടെ ജീരക മസാല റൈസാണ് എടുത്തേക്കണം. ഇനി നമുക്ക് ഗമ്മ് റെഡിയാക്കാവേ. കുറച്ച് പ്രോൺ മസാല ഇട്ട് മുകളിൽ നമ്മൾ റൈസ് ഇടും. വറുത്ത് വെച്ചേക്കണ കാഷ്നട്ടും കിസ്മിസും ആഡ് ചെയ്യാം. അതിന് നമുക്ക് ഗരം മസാല ആഡ് ചെയ്യാവേ. അതിൽ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണേ. നമ്മുടെ 3 ലെയറായിട്ടാണ് മസാല ഇടണേ. പ്രോൺസ് ഞാൻ കുറച്ച് കഴിച്ച് നോക്കി, സൂപ്പർ മസാല ഉണ്ടായിരുന്നു. ഇനി നമുക്ക് 5 മിനിറ്റ് തീ കുറച്ച് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡിലീഷ്യസ് പ്രോൺ ബിരിയാണി റെഡിയായി ഗൈസ്.